കേരളത്തിൽ റെക്കോർഡ് നിയമനം നടന്നിരിക്കുന്നു ഈ കഴിഞ്ഞ 9.5 വർഷം കൊണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവര് പറയുന്നത് കഴിഞ്ഞ 9.5 വർഷം കൊണ്ട് 3,02,002 നിയമനം നടത്തി എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന്റെ വസ്തുത എന്താ? അതിന്റെ വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നിയമനം നടന്നിട്ടില്ല, അത് തട്ടിപ്പാണ്. കാരണം ഇത് നിയമന ശുപാർശയാണ്, അഡ്വൈസ് മെമ്മോ PSC അയച്ചതിന്റെ കണക്കാണ് ഇവർ നിയമനമായിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ സംസ്ഥാനത്തെ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഉദ്യോഗാർത്ഥി അദ്ദേഹം നിരവധിയായിട്ടുള്ള പരീക്ഷകൾ എഴുതും. ഇപ്പൊ കേരളത്തിൽ തന്നെ 12 റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ 12 പേർക്കും PSC അഡ്വൈസ് അയക്കും. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അഡ്വൈസ് അയക്കുന്ന എണ്ണം കണക്കാക്കിയിട്ട് ഗവൺമെന്റ് അവതരിപ്പിക്കുകയാണ് 3,02,002 നിയമനങ്ങൾ കേരള PSC നടത്തിയെന്ന് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഗവൺമെന്റ് ഒരു തട്ടിപ്പ്. ചില സമയത്ത് അവർ പറയും നിയമന ശുപാർശയാണെന്ന് പറയും, ചില സമയത്ത് അവർ പ്രചരിപ്പിക്കും നിയമനം നടത്തിയെന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ, യുവജനങ്ങൾക്കിടയിൽ ഒരു ചിന്താക്കുഴപ്പം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ഗൂഢമായിട്ടുള്ള ഒരു നീക്കമാണ് ഈ നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരും CPM-ഉം DYFI-യും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ കേരളത്തിലെ യുവജനങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു കണക്ക്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 4, 5, 10, 12 റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട് നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥിക്ക് ഒരു ജോലിക്ക് കയറാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അവരെന്ത് ചെയ്യും? NJD ആകും, അതായത് നോട്ട് ജോയിനിങ് ഡ്യൂട്ടി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരും. ഇപ്പോൾ ഞാൻ 12 ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ 11 ലിസ്റ്റിൽ ഞാൻ NJD ആണ്. ഒരു ജോലിക്ക് മാത്രമേ എനിക്ക് കയറാൻ പറ്റുകയുള്ളൂ. അങ്ങനെ NJD പ്രകാരമുള്ള ഉദ്യോഗാർത്ഥികളുടെ കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 50,000-ത്തിനടുത്ത് വരും കേരളത്തിൽ. എന്ന് പറഞ്ഞാൽ നിയമന ശുപാർശയുടെ എണ്ണം, NJD 50,000, ഇതെല്ലാം കുറച്ചു കഴിഞ്ഞാൽ കേരള ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നിയമനം നടന്നിട്ടുള്ള 9.5 വർഷങ്ങളാണ് കടന്നുപോയിരിക്കുന്നത്. ഏറ്റവും കുറവ്.